സാധാരണ രീതിയിൽ ഒരു ആർഗ്യുമെന്റ് വരുമ്പോൾ ഒരു മെച്യൂർ റെസ്പോൺസ് അതെന്താണെന്നുള്ളതും അതെങ്ങനെയാണ് നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും അതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞതുപോലെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് ആദ്യം അറിയാം. ഇതിൽ ആദ്യത്തത്, ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഒരു പോസിറ്റീവ് ട്വിസ്റ്റ് കൊണ്ടുവരിക എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങളുടെ വീട് കത്തുകയാണ്, അപ്പോൾ ഈ ചാരം കൊണ്ട് ചെടിക്ക് വളമാക്കാം, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കുകയല്ല നിങ്ങളുടെ ഇമോഷണൽ റെസ്പോൺസ് മെച്യൂർ ആവുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും പോസിറ്റീവ് ട്വിസ്റ്റ് കൊണ്ടുവരിക അതല്ല ഉദ്ദേശിക്കുന്നത്. ഇനി ഉദ്ദേശിക്കാത്ത വേറൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ കടിച്ചു പിടിച്ച് ആരെങ്കിലും നിങ്ങളെ വളരെയധികം ദ്രോഹിക്കുകയാണെങ്കിൽ ഞാനെല്ലാം സഹിക്കുന്നു, അങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടാവുക എന്നുള്ളതും അല്ല ഇമോഷണൽ മെച്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലാണ് നിങ്ങളുടെ ഒരു ഇമോഷണൽ റെസ്പോൺസ് എങ്കിൽ നിങ്ങളുടെ സർവൈവൽ എബിലിറ്റി തന്നെ ഒരു പ്രത്യേക രീതിയിൽ അഫക്റ്റഡ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ സീരിയലിലൊക്കെ കണ്ടിട്ടില്ലേ, ഏതെങ്കിലും ഒരു നായിക അവരെ എന്ത് സംഭവിച്ചാലും ചവിട്ടിയാലും തേച്ചാലും ഒക്കെ ഓക്കെ ഞാനിതെല്ലാം സഹിക്കുന്നു, അതാണ് നമ്മളുടെ ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇമോഷണൽ റെസ്പോൺസ് അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഇമോഷൻസിനെ എങ്ങനെ ട്വീക്ക് ചെയ്യാം, ഇന്ന ആളുടെ കൂടെ ഇടപെടാൻ വേണ്ടി നമുക്ക് എങ്ങനെയൊക്കെ മാറാം, ഇന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയൊക്കെ വഴിതിരിച്ച് നടക്കാം അതറിയുക, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക, വേറൊരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പഠിക്കുക, അതുമല്ല ഇമോഷണൽ മെച്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ അതായിരിക്കില്ല നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊന്നും അല്ലാതെ നമ്മളുടെ ലൈഫിൽ ഒരു ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഒരു ഇമോഷണൽ റിയാക്ഷൻ വേറൊരാൾ നമ്മളോട് തരികയോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് തരികയോ ചെയ്യുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ തന്നെ ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് എന്ന് പറയുമ്പോൾ 2 രീതിയിലുണ്ടായിരിക്കാം. ഒന്ന്, ഒരാളുടെ വിഷമമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള സിറ്റുവേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ കുട്ടികളായിരിക്കാം, നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാം. അങ്ങനത്തെ ഇമോഷണൽ ഔട്ട്ബേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതും അല്ല നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അങ്ങനത്തെ ഒരു ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് നിങ്ങളുടെ അടുത്തൊരു വൾണറബിലിറ്റി കാണിക്കുക എന്നുള്ളതൊക്കെ അതൊരു വെൽക്കം ആയിട്ടുള്ളൊരു ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് ആണല്ലേ. നിങ്ങൾ അങ്ങനെ വേണ്ട എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ മക്കളാവട്ടെ അങ്ങനെ അല്ലെങ്കിൽ സ്പൗസ് ആവട്ടെ നിങ്ങളോട് ഒന്നും പറയരുതെന്നോ അല്ലെങ്കിൽ അവർ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഇമോഷണൽ റിയാക്ഷനും നിങ്ങളുടെ അടുത്ത് പാടില്ല, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം അതൊന്നും അല്ലാതെ തന്നെ നമ്മൾക്ക് വേറെ കുറേ ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് കിട്ടുന്നുണ്ട്. വെൽക്കം അല്ലാത്ത ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ്, അതായത് നമ്മൾക്ക് അത്ര പ്രയോറിറ്റി അല്ലാത്തൊരു ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് നമ്മളുടെ നേരെ വരുന്നു നമ്മൾ ഉദ്ദേശിക്കാത്ത ആൾക്കാരിൽ നിന്ന്. നമ്മൾ വെൽക്കം അല്ല, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇതിൽ ഞാൻ ഇൻവോൾവ് ആവണം എന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നിട്ടും ഇവരെന്നെ വളരെയധികം ഇമോഷണലി അഫക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ ഡെയിലി ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? എന്തെങ്കിലും നമ്മളുടെ റെസ്പോൺസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് ഇത് നമ്മൾക്കൊരു കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയുമോ? ഒന്നും കൂടി എടുത്തു പറയാണ്, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒരു വൾണറബിലിറ്റി കാണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ വൾണറബിൾ ആവുകയോ നിങ്ങൾ എന്തെങ്കിലും വളരെ വിഷമിച്ചൊന്ന് കരയുകയോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയല്ല പറയുന്നത്. പക്ഷേ ഒന്നുമല്ലാതെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വരുന്ന ആർഗ്യുമെൻറ്റ്സ് അതിൽ നിങ്ങൾ അറിയാതെ ഏർപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ നിങ്ങളെ അതിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്തെല്ലാം ചെയ്യാം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആർഗ്യുമെൻറ്റിന് ചെല്ലുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കുക, ഈ ആർഗ്യുമെൻറ്റ് വർത്ത് ആർഗ്യൂയിങ് ആണോ? നിങ്ങളുടെ സമയം ആൻഡ് എനർജി ഇൻവെസ്റ്റ് ചെയ്താൽ ഇതിലെന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അതോ വെറുതെ ഞാൻ ഈ ഒരു പോയിന്റ് ജയിക്കാൻ വേണ്ടി ഇയാൾ പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, എന്നാൽ ഞാനാണ് കംപ്ലീറ്റ് ശരിയെന്ന് എനിക്കറിയാം, ഇതുകൊണ്ട് എനിക്ക് ഗുണമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇയാളെ തിരുത്താൻ വേണ്ടി ഞാൻ ഈ ആർഗ്യുമെൻറ്റിൽ ഏർപ്പെടാൻ പോവാണ്, അങ്ങനത്തെ ആർഗ്യുമെൻ്റ് ആണോ? നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ എനർജിക്കും ഒരു വിലയില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ആർഗ്യുമെൻറ്റിൽ ഏർപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മളുടെ ടൈം ആൻഡ് എനർജി അത് നമ്മളുടെ കറൻസിയാണ്, അത് പൈസ പോലെ തന്നെയാണ്. നിങ്ങളോട് ആരെങ്കിലും പറയുകയാണ് ഈ ആർഗ്യുമെൻറ്റിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ 15 മിനിറ്റിനനുസരിച്ച് ഇത്ര രൂപ നിങ്ങൾ പേ ചെയ്യണം. നിങ്ങൾ പേ ചെയ്തിട്ട് ഇന്നയാളെ തിരുത്താൻ വേണ്ടി പോവോ? ഇന്നയാളുടെ അടുത്ത് അല്ല എൻ്റെ പോയിൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി 15 മിനിറ്റ് പേ ചെയ്ത് നിങ്ങൾ പോവോ? ഇല്ലല്ലോ. അതേപോലെ നിങ്ങൾ പേ ചെയ്യുന്ന ഒരു കറൻസിയാണ് നിങ്ങളുടെ ടൈം ആൻഡ് എനർജി. ആ ടൈം ആൻഡ് എനർജി അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ ആർഗ്യുമെൻറ്റ് വർത്താണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം അനലൈസ് ചെയ്യണം. ചില ആളുകളുടെ കേസിൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു ഹോബിയാണ്. നമ്മൾക്ക് റീഡിങ്, ഗാർഡനിങ് അങ്ങനെ പല ഹോബികളും ഇല്ലേ, അതുപോലെ ആർഗ്യൂയിങ് അവരുടെ ഒരു ഹോബിയാണ്. അങ്ങനെയുള്ളവരെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും
അവരുടെ ലൈഫിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള വേറെ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ഇങ്ങനെ ഒരു ആർഗ്യുമെൻ്റ്, അതായിരിക്കും അവരുടെ ലൈഫിനൊരു മീനിങ് കിട്ടുന്നത്. അവരാരെ കിട്ടിയാലും തർക്കിക്കും, എന്തിൻ്റെ മേലെയും തർക്കിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് ടൈം ആൻഡ് എനർജി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും ടൈം ആൻഡ് എനർജി ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ആ ഇൻഡിവിജ്വലിൻ്റെ പ്രയോറിറ്റിയാണ് ആർഗ്യുമെൻറ്റ്. അവർക്ക് വേറൊന്നും ചെയ്യാനില്ല. അതുപോലെയാണോ നിങ്ങളുടെ ടൈം ആൻഡ് എനർജി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് നിങ്ങളുടെ റിട്ടേൺസ്? അത് നിങ്ങൾ ആദ്യം ആലോചിക്കുക ഏതൊരു ആർഗ്യുമെൻറ്റിന് മുന്നേ. അതിനുശേഷം നമ്മൾ ചിലതൊന്നും ഒട്ടും അവോയ്ഡ് ചെയ്യാനേ കഴിയുന്നുണ്ടാവില്ല. ചിലത് നമുക്ക് മിണ്ടാതിരിക്കുന്നോ അല്ലെങ്കിൽ എനിക്ക് കേൾക്കണ്ടെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നൊരവസ്ഥയായിരിക്കില്ല. ആൻഡ് ഈ ആർഗ്യുമെൻറ്റിൽ ഇന്ന വ്യക്തി എന്ന് പറയുന്ന ആൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള കുറേ ഇമോഷൻസ് കുത്തി നിറച്ച കുറേ വാചകങ്ങളായിരിക്കാം നിങ്ങളോട് ഈ ആർഗ്യുമെൻറ്റിൽ ആദ്യമേ എടുത്തിടുന്നത്. കാരണം ഇവരുടെ ഹോബിയാണ് ആർഗ്യൂയിങ്. അവർക്ക് നല്ല വൃത്തിക്കറിയാം എവിടെ ആരെ എങ്ങനെ പറയണം, എങ്ങനെ ട്രിഗർ ചെയ്യണം എന്നുള്ളത്. അവരുടെ ഒരു കഴിവാണത്. അങ്ങനെ വളരെ ഇമോഷണലി ഷുഗർ കോട്ട് ചെയ്ത ഒരു സംഭവം നിങ്ങളുടെ നേരെ ഇടുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക? മിക്കവാറും നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളതിൽ കണക്റ്റഡ് ആവുന്നു, നമ്മളതിൽ എൻഗേജ് ചെയ്യുന്നു. ആ ഫൈറ്റിൽ ആ എൻഗേജ് എന്നുള്ള ഓപ്ഷൻ, ആ ഹാൻഡ് ഷേക്ക് കഴിഞ്ഞതിന് ശേഷമേ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതെങ്ങനെയാണ് നമ്മൾ എൻഗേജ് ചെയ്യുക? ഇന്നയാളൊരു ഇമോഷണൽ റെസ്പോൺസ് കൊടുക്കുമ്പോൾ നിങ്ങളും വളരെ ഇമോഷണലായിട്ട്, അല്ലെങ്കിൽ അതിനൊരു ഇന്നയാൾക്കൊരു ഉരുളക്കുപ്പേരി പോലെ ഒരു മറുപടിയാണ് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അയാളെ ഒന്ന് കുത്തലിരിക്കട്ടെ, ഇയാൾ എന്നെ ഒന്ന് കുത്തി, അപ്പം അയാൾക്കും ഒന്നിരിക്കട്ടെ എന്നുള്ളൊരു പോലെ ഒരു റെസ്പോൺസാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ എൻഗേജ് ആയി, നിങ്ങൾ ഓൾറെഡി അതിൽ പിടിച്ചു. ഇനി എന്താണ് സംഭവിക്കുക? നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഇങ്ങനെ ആർഗ്യുമെൻറ്റ് ഹോബി ആയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ തിരിച്ചിട്ടുള്ള വാദം കേട്ടിട്ട് എനിക്കുള്ള ഉത്തരം കിട്ടി എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുമോ? ഇല്ല. അവരുദ്ദേശിച്ചത് അത് മറ്റേ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും സെയിം സംഭവമാണ്. അവരുദ്ദേശിച്ചത് നിങ്ങളതിൽ എൻഗേജ് ആവാൻ വേണ്ടിയാണ്. നിങ്ങൾ എൻഗേജായി നിങ്ങളെന്തോ പറയുന്നു. അപ്പോൾ അവർ മിണ്ടാതിരിക്കില്ല, അവർ വീണ്ടും ഒന്ന് പറയുന്നു. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, വീണ്ടും പറയുന്നു. അങ്ങനെ ഈ തർക്കം മുന്നോട്ട് പോകുമ്പോൾ, ഈ തർക്കം തീർന്നു കഴിയുമ്പോൾ മിക്കവാറും ഈ തർക്കിക്കാൻ താല്പര്യമുള്ള വ്യക്തി പ്രത്യേകിച്ച് ക്ഷീണമൊന്നും കാണിക്കില്ല. പക്ഷെ നിങ്ങൾ വേണ്ടാതെ കയറിയ ഈ തർക്കത്തിൽ നിങ്ങൾക്കത് കഴിയുമ്പോൾ നിങ്ങൾ എത്ര ടയേർഡായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ എനർജിയൊക്കെ എത്ര ഡ്രെയിൻഡ് ആയിരിക്കാം. നിങ്ങൾക്ക് അതിന് ശേഷം ഉത്സാഹത്തോടു കൂടി വേറെ എന്തെങ്കിലും ജോലിയോ എന്തെങ്കിലും കാര്യം ഇനി ഇപ്പം ഇത് ചെയ്യാം, അങ്ങനെ ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടോ? അതൊക്കെ നിങ്ങളതിൽ ഡ്രെയിൻ ഔട്ട് ചെയ്തു ഈ ഒരൊറ്റ എൻഗേജ്മെൻറ്റ് കൊണ്ട് മാത്രം. നമ്മൾക്കിങ്ങനെ അൺവെൽക്കം ആയിട്ട് ആരെങ്കിലും ഒരു ഇമോഷണൽ റെസ്പോൺസ് കൊണ്ടോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ടോ നമ്മളുടെ നേരെ വരുമ്പം അതിൽ നമ്മൾ എൻഗേജ്ഡ് ആവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ അറിയാതെ എൻഗേജ്ഡ് ആയി പോകുന്നതാണ്. ഇനി ഇത്രയും ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന ഒരു വ്യക്തി നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുമ്പം അത് കേട്ടിട്ട് പോവോ? ഇല്ലല്ലോ. അപ്പോൾ അവർ ഒന്നോ രണ്ടോ കാര്യങ്ങൾ വീണ്ടും പറയും. നിങ്ങൾ എന്താണ് ട്രിഗർ ചെയ്യുന്നത്, നിങ്ങൾ എത്ര നേരം പിടിച്ചു നിൽക്കുമെന്ന് നോക്കട്ടെ. അപ്പോൾ ഇങ്ങനെ മിണ്ടാതിരിക്കുക എന്നുള്ള ഒരു ഓപ്ഷനൊന്നും അല്ല. നിങ്ങൾക്ക് എത്ര നേരം അങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയും? നമ്മൾ ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, എനിക്കങ്ങ് പറയേണ്ടി വന്നു, ഞാൻ കുറേ നേരം മിണ്ടാതിരുന്നു, പിന്നെ സഹിക്കാതെ വന്നപ്പോൾ ഞാനങ്ങ് പറഞ്ഞു. അപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ ഉപകാരമൊന്നുമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ എൻഗേജ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുക എന്നല്ല. അപ്പോൾ പിന്നെന്താ? ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുമ്പം ഇന്നയാൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഇമോഷണൽ ഫൈറ്റിന് വരുന്ന ഒരു വ്യക്തി ഓൾറെഡി ഒരു ബോംബ് പോലെ എന്തോ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളതിന് എന്താണ് ചെയ്യേണ്ടത്? ആ ബോംബ് നമ്മളപ്പോൾ ഡിഫ്യൂസ് ചെയ്യാമെന്നല്ലാതെ നമുക്ക് വേറെ ഓരോ ഓപ്ഷനും ഇല്ല. അത് കാണാതിരിക്കുകയോ ബോംബ് വന്ന് എന്തെങ്കിലും നടന്നിട്ട് പോട്ടെ, അതിലൊന്നും കാര്യമില്ല. ഇതിനെ എങ്ങനെ ഡിഫ്യൂസ് ചെയ്യാം? ഇമോഷണലായിട്ട് ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അതിൽ അവരുടെ ആ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടല്ലോ, ആ ഉത്സാഹം, അത് വളരെ കൂടുതലാണ്. അത് ലോവർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? കൃത്യമായിട്ട് ഇതിനുള്ള ഉത്തരം എന്താണ് നിങ്ങൾ ഓരോരുത്തരുടെയും ലൈഫിൽ ആ സിറ്റുവേഷനിൽ എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ചില എക്സാമ്പിളിലൂടെ ഇത് മനസ്സിലാക്കാം. എങ്ങനെയാണ് ഇത് ചെയ്യാൻ കഴിയുക? എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഈ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ആർഗ്യുമെൻറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേത് വെറുതെ ഒരു ഇമോഷണൽ ആർഗ്യുമെൻറ്റ്. അതായത് ഇന്നയാൾ പറയുന്നതിൽ പ്രത്യേകിച്ച് ഇതിൽ ഫാക്റ്റ് ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ, അതായത് നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എന്നാലും നീ ഇങ്ങനെ ചെയ്തല്ലോ, അങ്ങനെ ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പക്ഷെ ജനറലായിട്ടൊരു കമൻറ്റ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾ പറയാം ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസഗ്രി ചെയ്തുവെന്നോ അഗ്രി ചെയ്തുവെന്നോ ഒന്നുമില്ല, ജസ്റ്റ് ഓക്കെ. നിങ്ങൾ എത്ര എനർജി കൊണ്ടാണോ ആ സംഭവം അവർ മെനഞ്ഞെടുത്ത് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നത്, ആ ഓക്കെ എന്ന് പറയുന്നൊരു ഇതിൽ അതിൻ്റെ എനർജി എത്രത്തോളം ഡിഫ്യൂസായി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഓക്കെ എന്നായിരിക്കില്ല, നിങ്ങൾ അതിനെന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഒന്നോ രണ്ടോ വാക്കിൽ അത്
നിങ്ങൾ മൈൻഡ് ചെയ്യുന്നു എന്നല്ല, ജസ്റ്റ് നിങ്ങളത് കേട്ടു. ഈ ഓക്കെ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് പറയുന്നതിലോ അതിലൊന്നും തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് ഈ പുതിയ ആർഗ്യുമെൻറ്റോ അല്ലെങ്കിൽ ഇതിനെ മെനഞ്ഞ് പുതിയൊരു ഫേസിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു എനർജി നിങ്ങൾ കൊടുത്തിട്ടില്ല. അതായത് അവർ വന്ന ആ എനർജി അതോടുകൂടി നിങ്ങളത് ഡിഫ്യൂസ് ചെയ്ത് കളഞ്ഞു. ഇനി ഒരു കാര്യമില്ലാത്ത ആർഗ്യുമെൻ്റ് അല്ല, എന്തെങ്കിലും ഒരു ഫാക്റ്റിൻ്റെ പേരിൽ ഒരു ആർഗ്യുമെൻ്റ് വരികയാണെന്ന് വിചാരിക്കുക. ആ സംഭവം വളരെ തെറ്റാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഇന്നയാളെ ഞാൻ തിരുത്താം, അല്ലെ ഇത് എനിക്കറിയാം, വൃത്തിക്കറിയാം ഇത് തെറ്റാണ്, എന്നാൽ ഞാൻ ഇയാളെ തിരുത്താം. അങ്ങനെ നിങ്ങളൊരു ഏർപ്പെടുന്ന ആർഗ്യുമെൻറ്റ്, അതും ടൈം ആൻഡ് എനർജി വേസ്റ്റ് ചെയ്യുന്ന ഒരു ആർഗ്യുമെൻ്റ് ആണ്. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരാൾ നിങ്ങളോട് വന്ന് പറയാണ് എൻ്റെ വീട്ടിലൊരു പശു ഉണ്ട്, അതിൻ്റെ കളർ പച്ചയാണ്. ഉടനെ നിങ്ങൾ അല്ല ഞാൻ ബയോളജി പഠിച്ചിട്ടുണ്ട്, പച്ച കളറിലുള്ള പശുവൊന്നും ഇല്ല, ഈ ബുക്ക് കണ്ടോ ആ ബുക്ക് കണ്ടോ, ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഇയാൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഫോട്ടോ കാണിച്ച്, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. പച്ച, അയാളുടെ വീട്ടിലെ പശുവിൻ്റെ കളർ പച്ചയോ നീലയോ മഞ്ഞയോ എന്തെങ്കിലും ആവട്ടെ, ആ ശരി, അല്ലേ ആ ചിലപ്പോൾ ആവാം. നിങ്ങൾക്ക് ആ ഒരു ആർഗ്യുമെൻറ്റിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആദ്യമേ അനലൈസ് ചെയ്യണം. എന്നിട്ട് താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ആർഗ്യുമെൻറ്റിൽ അയാൾ സൈലൻ്റ് ആയിരിക്കുമൊന്നുമല്ല, ഇങ്ങനെ അത് ഡിഫ്യൂസ് ചെയ്ത് കളയുക. ആ ഒരു ആർഗ്യുമെൻറ്റ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെങ്കിൽ അതിനിങ്ങനെ വളരെ ന്യൂട്രലായിട്ടുള്ളൊരു ഉത്തരവല്ല, വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു ഉത്തരം കൊടുക്കുക. ആ ബോറിംഗ് ആയിട്ടുള്ള ഒരു ഉത്തരത്തിൽ അതിൽ പ്രത്യേകിച്ച് ഇനി പിടിച്ചു കയറാൻ ഒന്നുമില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ വ്യക്തി തന്നെ വിചാരിക്കും, ഓ ഇയാളോട് തർക്കിക്കാൻ പോയിട്ട് എന്താ ഒരു രസമില്ല. തർക്കിക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ എന്താ വേണ്ടത്? അതിലൊരു എൻജോയ്മെൻ്റ് ഉണ്ട്, അറിയോ? തർക്കിക്കുന്നതിലൊരു എൻജോയ്മെൻ്റ് ഉണ്ട്. അതായത് തിരിച്ചൊരു നല്ല ഉത്തരം കിട്ടുന്ന ഒരാൾ അവരെടുത്തേ അവർ തർക്കിക്കൂ. വളരെ ബോറിംഗ് ആയിട്ട് എന്ത് പറഞ്ഞാലും ഒന്നുകിൽ ഇയാൾക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഓക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു. ഇവരോട് തർക്കിക്കാൻ പോയിട്ട് എന്താ കാര്യം? നിങ്ങളുടെ റെസ്പോൺസ് അത് അവരും അനലൈസ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് ഫ്യൂച്ചറിലെ ആർഗ്യുമെൻറ്റ്സ് അവർ കൊണ്ടുവരുള്ളൂ. ആദ്യമേ നിങ്ങളുടെ റെസ്പോൺസ് എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഒരു തണുത്തൊരു ആർഗ്യുമെൻ്റ് ആണെങ്കിൽ പിന്നെ അതിൽ പ്രത്യേകിച്ച് എനർജി ഒന്നും ഉണ്ടാവില്ല. വീണ്ടും പറയാണ്, നിങ്ങളുടെ വീട്ടിലെ ഒരു കാര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ നിങ്ങളോട് പറയുമ്പോഴോ ഇത് ഉപയോഗിക്കണമെന്നല്ല. ഒട്ടും നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു വിഷയത്തിൽ താല്പര്യമില്ലാത്തൊരു വ്യക്തി വെറുതെ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലൊക്കെ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെ ആരെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി നിങ്ങളോടൊരു അഭിപ്രായം ചോദിക്കുമ്പം അഭിപ്രായം പറയണം എന്നുള്ളത് നിർബന്ധമല്ല. അത് എവിടെ ഒരു റൂളൊന്നുമില്ല നിങ്ങൾ അഭിപ്രായം പറഞ്ഞോണം എന്നുള്ളത്. നിങ്ങൾക്കൊരു കമൻറ്റും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിതിൽ അഭിപ്രായമില്ലെങ്കിൽ എനിക്കിതിൽ അഭിപ്രായമില്ല എന്ന് പറയുന്നതും ഒരു ഓപ്ഷനാണ്. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്നുകിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം, പറയാതിരിക്കാനും ഒരു ഓപ്ഷൻ ഉണ്ട്. പറയാതിരിക്കാനൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നല്ല. എനിക്കിതിലൊരു അഭിപ്രായമില്ല, എനിക്കിതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാൻ താല്പര്യമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു പറയാൻ എന്തിനാണ് നമ്മൾ മടിക്കുന്നത്? നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. നമ്മൾ പെട്ടെന്ന് എന്താ വിചാരിക്കുക, ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി പറയുമ്പോൾ എന്താ നിൻ്റെ അഭിപ്രായം ഇതിലെന്താ? എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞേ പറ്റുള്ളൂ അല്ലേ? അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ എന്തോ മോശമായതുപോലെ. ഒന്നുമില്ല, അഭിപ്രായം പറയാതിരിക്കുന്നതും തെറ്റൊന്നുമല്ല. നമ്മളുടെ അഭിപ്രായം കുറച്ചൊക്കെ വാല്യുബിൾ ആണെങ്കിൽ അനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ചില ആൾക്കാരുണ്ടായിരിക്കാം തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ചോദിക്കുക, അവർക്കത് ചോദിക്കുന്നതിൽ ഒരു മടിയില്ല. അങ്ങനെ പല രീതിയിൽ ചോദിച്ചാൽ ഓ എനിക്ക് പറയണ്ടായിരുന്നു, പിന്നെ അവരെന്നെ ഇങ്ങനെ ചോദിച്ചു അങ്ങനെയും കൂടി ചോദിച്ചപ്പോൾ ഞാനങ്ങ് പറഞ്ഞു പോയി. അതിൻ്റെ ഒന്നും കാര്യമില്ല. നിങ്ങളുടെ വായിൽ നിന്ന് എനിക്ക് അഭിപ്രായമില്ല എന്നുള്ളത് 1, 2, 3 തവണ പറയാൻ എന്താണ് മടി? 3ാമത്തെ തവണ പിന്നെയും ചോദിക്കാനൊന്നും ആരും വരില്ല. അഭിപ്രായമില്ല. ഇനി ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റിൽ പെട്ടുപോയെങ്കിൽ അതിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് എത്ര സമയം കൊണ്ട് സ്റ്റെബിലിറ്റി, ഒരു ഇമോഷണൽ ഇക്വിലിബ്രിയത്തിൽ വരാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ നോക്കുക. നിങ്ങൾ 1 മിനിറ്റ് ആർഗ്യൂ ചെയ്തെങ്കിൽ ആർഗ്യൂ ചെയ്തു, ഇനിയും കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യണോ? അതോ എനിക്ക് ഇത് എവിടെയാണ് പോകണമെന്ന് എനിക്കറിയാം എന്ന് മനസ്സിലാക്കി പുറത്ത് വരണോ? ആ ഒരു ചോയ്സ് നിങ്ങളുടെ കയ്യിലാണ്. ഇത് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ ഇപ്പോൾ അടുത്ത് കേട്ടൊരു കഥയാണ്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. ഒരു ഉള്ളി കക്കുന്ന ആളുടെ കഥ. അത് പറയാം. ഒരു രാജ്യത്തൊരു കള്ളനുണ്ടായിരുന്നു. അയാൾ കക്കുന്ന സാധനം മുഴുവൻ ഈ സവാള ഇല്ലേ, ഉള്ളി, അതാണ് അയാൾ കക്കുക. അയാൾക്ക് അതിൻ്റെ ഒരു ഹോബിയാണ്. എവിടെ പോയാലും അയാൾ ഈ ഉള്ളി കക്കും. അങ്ങനെ ഫൈനലി ഒരു ദിവസം ഇയാളെ പോലീസുകാർ പിടിച്ചിങ്ങനെ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഇത് ഇയാളാണ് കള്ളൻ. അപ്പോൾ രാജാവ് ഇയാൾക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഞാൻ നിനക്ക് 3 പണിഷ്മെൻറ്റ് തരും. ഇതിലേതെങ്കിലും മൂന്നിലേതെങ്കിലും ഒന്ന് നീ സെലക്ട് ചെയ്ത് നീ ചെയ്യും. ഇയാൾക്ക് കൊടുത്ത ഫസ്റ്റ് ഓപ്ഷൻ, നീ 100 ഉള്ളി തിന്നണം. രണ്ടാമത്തേത് 100 അടി മേടിക്കണം. ഇനി അതുമല്ല, 3ാമത്തേത്
100 സ്വർണ്ണ നാണയം എനിക്ക് പണിഷ്മെൻ്റായിട്ട് ഫൈൻ അടച്ചിട്ട് നീ പോവാം, ഇതിൽ 3-ൽ ഏതെങ്കിലും നിനക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഈ പുള്ളി സ്മാർട്ടായിട്ട് ഞാൻ ഉള്ളി തിന്നോളാം. അങ്ങനെ ഇയാൾ തിന്നാൻ തുടങ്ങി. 1, 2, 3, 4 എങ്ങനെയൊക്കെയോ കുത്തി കയറ്റി ഇയാൾ ഒരു 99 ഉള്ളി കഴിച്ചു. 99ാമത്തെ ഉള്ളി കഴിക്കാൻ നേരത്തെ ഇയാൾക്ക് ഇനി എനിക്ക് കഴിക്കാൻ മേല, എന്നെക്കൊണ്ട് ഇത് നടക്കുന്ന കാര്യമല്ല. കണ്ടു നിന്നവരൊക്കെ പറഞ്ഞു, അയ്യോ നിങ്ങൾ ഇത്രയും ഉള്ളി കഴിച്ചതല്ലേ, ഒരു ഒറ്റ ഉള്ളിയും കൂടെ കഴിച്ചത് അങ്ങ് തീർക്ക്. അയാൾ നടക്കില്ല, എന്നെക്കൊണ്ട് നടക്കില്ല. അപ്പോൾ 99ാമത്തെ ഉള്ളിയിൽ അയാളത് വിട്ടു. അപ്പോൾ അയാൾ രാജാവിനോട് പറഞ്ഞു, ഞാൻ അടി മേടിച്ചോളാം, എനിക്ക് ഒരു ഉള്ളി പോലും ഇനി കഴിക്കാൻ കഴിയത്തില്ല. അങ്ങനെ രാജാവ് പറഞ്ഞു, എന്നാൽ നീ അടിമേടിക്കും. അങ്ങനെ അടി തുടങ്ങി. 1, 2, 3 ഒരു 30, 40, 50 അടി വരെ ഇയാൾ കൊണ്ടു. പിന്നെ അയാൾക്ക് അതിനും വയ്യ, അടികൊള്ളാനും വയ്യ. അടികൊള്ളാൻ വയ്യാതപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, എന്നാൽ ശരി ഞാൻ സ്വർണ്ണ നാണയം തന്നേച്ച് പോവാം. അങ്ങനെ ഇയാളൊരു 100 സ്വർണ്ണ നാണയം ഫൈൻ അടച്ചിട്ട് ഇയാൾ പോയി. ഈ കഥയും ഈ ആർഗ്യുമെൻറ്റ്സും തമ്മിലൊക്കെ എന്താ ബന്ധം? ഈ സ്വർണ്ണ നാണയം കൊടുത്തിട്ട് പോകണം എന്നുള്ളൊരു കാര്യമില്ലേ, അത് നമുക്കൊക്കെ ഈ ആർഗ്യുമെൻറ്റ് തുടങ്ങുമ്പോഴേ അറിയാം. ഓരോ ആർഗ്യുമെൻറ്റ് തുടങ്ങുമ്പോഴും നിങ്ങൾ മിക്കവർക്കും കൃത്യമായിട്ടറിയാം ഇതെവിടെ അവസാനിക്കും എന്നുള്ളത്. എന്നാലും നമ്മൾ ഉള്ളി തിന്നും, എന്നാലും നമ്മൾ അടിമേടിക്കും. അവസാനം എന്താ, പണ്ട് വിചാരിച്ചതുപോലെ ആ സ്വർണ്ണ നാണയം കൊടുത്തിട്ടാണ് നമ്മൾ വരാറ്. എൻഗേജ് ചെയ്ത് പോയെങ്കിൽ പെട്ടെന്ന് പുറത്ത് വരുന്നതല്ലേ നല്ലത്. ഉള്ളി തിന്നാൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഒരു 10-50 ഉള്ളി ആകുമ്പോഴേ മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് നിർത്തിയിട്ട് കാശ് കൊടുത്തിട്ട് പോകുന്നൂടെ. ഇനി 100 ഉള്ളിയും തിന്ന് അതിന് ശേഷം അടിയും മേടിച്ച് പിന്നെ കാശ് കൊടുത്തിട്ടേ നിങ്ങൾ വരുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രീതിയിൽ നമ്മളുടെ അടുത്തുനിന്ന് ഒരു തെറ്റ് സംഭവിക്കാതെ നമ്മൾ ഒരു ആർഗ്യുമെൻറ്റിലും പെട്ടുപോരുന്നൊന്നുമല്ല. എന്തെങ്കിലും അങ്ങനെ നിങ്ങൾക്കൊരു സാഹചര്യം ഉണ്ടായാൽ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ പുറത്ത് വരാൻ കൂടി നോക്കുക. ഇപ്പം നമ്മൾ ഈ ആർഗ്യുമെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇത് പ്രാക്ടീസിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ സിമ്പിളായ കാര്യമൊന്നുമല്ല. കാരണം എന്താണ്, നിങ്ങളൊരു ആർഗ്യുമെൻറ്റ് നടക്കുക എന്നുള്ളത് നിങ്ങളെ ഒരാൾ തലേന്ന് വിളിച്ച് പറയൊന്നുമില്ല, നാളെ 5 മണിയാകുമ്പോൾ ഞാൻ വരും ഇന്ന ടോപ്പിക്കും കൊണ്ട് നിൻ്റെ കൂടെ തല്ലുകൂടാൻ. അങ്ങനെയൊന്നും പറഞ്ഞ് ആരും വരുന്നില്ല. നിങ്ങൾക്കിത് വളരെ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു റെസ്പോൺസ് ആയിരിക്കണം. ഇത് ഒരാൾ നിങ്ങളെ ട്രിഗർ ചെയ്യുക എന്നുള്ളതും നിങ്ങളുടെ ഒരു റിയാക്ഷൻ തമ്മിൽ 2-3 സെക്കൻഡ് മാക്സിമം, അത്രയേ ഉള്ളൂ സമയം. അതിനുള്ളിൽ ഇത്ര ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് എൻഗേജ് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ, ഇതിൻ്റെ അവസാനം എങ്ങനെയാണ്, ഇതിൽ ഞാൻ എങ്ങനെയാണ് ഇത് ഡിഫ്യൂസ് ചെയ്യേണ്ടതാണോ, എങ്ങനെ ഡിഫ്യൂസ് ചെയ്യണം, ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു 2-3 സെക്കൻഡിൽ ആലോചിച്ചെടുക്കുക എന്നുള്ളത് വളരെ ക്ലാരിറ്റി ഉള്ളൊരു മൈൻഡിനെ നടക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഇത് അറിഞ്ഞിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നമ്മളിത് പഠിച്ചെടുത്തത് കൊണ്ടോ നമ്മളിത് പ്രാക്ടീസിൽ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞു എന്ന് വരില്ല. പ്രാക്ടീസിൽ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിന് അതിനനുസരിച്ചിട്ടുള്ള ക്ലാരിറ്റി വേണം. അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഞാൻ എന്തുകൊണ്ടാണ് ക്ലാരിറ്റി ഓഫ് മൈൻഡ് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് തുടക്കത്തിൽ പറയാത്തതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, ക്ലാരിറ്റി ഓഫ് മൈൻഡ് വേണ്ടതാണ്. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയാലേ ക്ലാരിറ്റി ഓഫ് മൈൻഡ് ഡെവലപ്പ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിത് അവസാനം ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഈ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു ഗസ്റ്റ് ആണെന്ന് വിചാരിക്കുക, മെയിൻ ഡോറിൽ വരികയാണ്. പക്ഷെ നിങ്ങളുടെ വീട് അങ്ങ് കുത്തി നിറച്ച് സാധനങ്ങളാണ്, ഫുൾ അഴുക്കാണ്, നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ എവിടെയോ നിന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അത് റെസ്പോണ്ട് ചെയ്യാനോ റിയാക്ട് ചെയ്യാനോ കാണാനോ കഴിയുമോ? ഇല്ല. ക്ലിയർ ആയി ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡുള്ള ഒരാൾക്ക് ഈ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ കഴിയുള്ളൂ. മാത്രമല്ല 1-2 ദിവസം കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നത് കൊണ്ടുകൂടി നിങ്ങൾക്ക് ഇമോഷണലി മെച്യൂറായി റെസ്പോണ്ട് ചെയ്യാൻ കഴിയണം എന്നില്ല. നിങ്ങളിതൊരു ജീവിതശൈലി ആക്കിയാൽ മാത്രമേ നിങ്ങൾ പെതുക്കെ ഇങ്ങനെ ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുകയുള്ളൂ. ആദ്യത്തെ 1-2 തവണ തന്നെ നിങ്ങളിതിൽ ഫുള്ളി സക്സീഡ് ചെയ്യണമെന്നൊന്നുമില്ല. ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളൊരു ടാസ്ക് നിങ്ങളിപ്പോൾ വെയിറ്റ് ലോസ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നിങ്ങളിപ്പോൾ വെയിറ്റ് ലോസിനെ പറ്റി പഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഭക്ഷണം കഴിച്ചാൽ വെയിറ്റ് കുറയും അല്ലെങ്കിൽ ഈ എക്സർസൈസ് ചെയ്താൽ കുറയും എന്നുള്ളത് അറിഞ്ഞിരുന്നത് കൊണ്ട് ആ വെയിറ്റ് ലോസ് സംഭവിക്കണം എന്നില്ല. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്താലേ പെതുക്കെ ഈ ചേഞ്ചസ് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഈ എബിലിറ്റീസൊക്കെ ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നതല്ല. പക്ഷെ നിങ്ങൾ സെൽഫ് അവെയർ ആയിട്ട് ഇത് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ വ്യത്യാസം കാണാൻ കഴിയും. അതാണ് ഇന്നത്തെ ഫുഡ് ഫോർ തോട്ട്.